ഹായ്, തൃശ്ശൂർ ജില്ലയിലെ കാട്ടിക്കോട യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാമിലെത്താം, ചിമ്മിനി ഡാം. ആ കാഴ്ചയായല്ലോ ഇന്നത്തെ വീഡിയോ. പോവാം. ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ ചിമ്മിനി ഡാമിലേക്ക് എത്താം. ഈ പോകുന്ന വഴിയിൽ തന്നെ ആനയൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ട് കേൾവി. നമ്മൾ പോകുന്ന വഴിയിൽ കാണും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പൊക്കെ തീരെ കുറവായതുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ പെട്രോളോ ഡീസലോ നിറച്ചിട്ട് വേണം നമ്മുടെ ഈ യാത്ര തുടരാൻ. ഒരു 1 ഡേ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദിവസം വന്നു പോയി ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ചിമ്മിനി ഡാം. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നിർത്തി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഏറെയുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആനയും കാട്ടുപോത്തൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്തിനെയും ആനേനെയും മറ്റു മൃഗങ്ങളെയൊക്കെ കാണാം. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ഒരുപാട് നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ കാഴ്ച കാണാനും കുളിക്കാനോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടുകൾ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ എൻട്രൻസിൽ എത്തിച്ചേർന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഗൂഗിൾ പേയോ ബാങ്ക് ട്രാൻസ്ഫറോ ഒന്നും നടക്കില്ല.
ഇവിടെ പൈസ ആയിട്ടാണ് നമ്മൾ കൊടുക്കണം. കാറിന് വരുന്ന തുക 100 രൂപയാണ്, ഒരാൾക്ക് 20 രൂപ. നമ്മൾ എൻട്രൻസിൽ നിന്ന് പാസ് എടുത്താലും മറ്റു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വരുന്നത് കാറിലോ ബൈക്കിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വാഹനത്തിലായിരിക്കുന്നത് ഏറ്റവും ഉപകാരപ്രദമാകും. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ ഒരുപാട് നടക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു കാർ പാർക്കിംഗ് അവിടെ ഉണ്ട്. അവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം. അതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിലുണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ നമുക്ക് അവർ വൈഫൈ തരുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു കൊട്ടവഞ്ചി ഉണ്ട്. കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ് അവർ ഈടാക്കുന്നത്. അതിൻ്റെ പാസ് എടുക്കണമെങ്കിലൊക്കെ അവർ അതിന് നമുക്ക് വൈഫൈ വെച്ചിട്ട് നമുക്ക് സൗകര്യം ചെയ്തു തരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ കൊട്ടവഞ്ചി. 4 ആൾക്ക് 400 കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് തന്നെ 4 ആൾക്ക് നമുക്ക് പോകാം. ഇനിയിപ്പോൾ ഒരാളുള്ളെങ്കിലും നമുക്ക് 400 രൂപ കൊടുക്കേണ്ടി വരും. നല്ല കാറ്റാണ് കേട്ടോ. കൊട്ടവഞ്ചിക്ക് നമ്മൾ മറയുന്നിരിക്കും. അത്ര ഓളം അടിച്ചിട്ട് ഭയങ്കര കാറ്റും അതേപോലെ തന്നെ വെള്ളം ശരിക്കും അടിച്ചുകൊണ്ടിരിക്കും. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്കതിൽ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല. $400 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂറാണ് കൊട്ടവഞ്ചിയിൽ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാം. അക്കരെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ച് നമുക്ക് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇക്കരെ എത്തിച്ചേരും. ഇവിടെ 2-3 കൊട്ടവഞ്ചി ചവിട്ടി പൊളിച്ചിട്ടിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് ആനയാണ് കേട്ടോ. ഇവിടുത്തെ കാട്ടാനകൾ വന്ന് ഇവിടെ നശിപ്പിക്കുന്നതാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയണത്. അങ്ങനെ കൊട്ടവഞ്ചിയിലത്തെ കാഴ്ചയും കാര്യങ്ങളും കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇത് 5:30 വരെ ഉണ്ടാവും. ഇതിൽ കൂടെ കഴിഞ്ഞാൽ ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം.
അത് നടന്ന് അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് സുഖമായിട്ട് വരാം. നല്ല അടിപൊളി വിഷ്വൽ തന്നെ ഇതിൽ കൂടെ, ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഒരു കാഴ്ച. ഈ ഗേറ്റ് വരെയാണ് സന്ദർശകർക്കുള്ള അനുവാദം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ ഡാമിൻ്റെ കാഴ്ച കഴിഞ്ഞ് ഇതിങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാം, ഒരു കമാനം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റും. നമ്മളത് കേട്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആ മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോത്തിൻ്റെ പേര് ഞാനങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ അതുപോലെയുള്ള മരങ്ങളാണ്, ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഔഷധ മരങ്ങളും അങ്ങനെ ഒരുപാട് മരങ്ങൾ. ഏകദേശം 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കാഴ്ച കാണാനുള്ള ഒരു ഡാമാണ് കേട്ടോ നമ്മുടെ ചിമ്മിനി ഡാം. നല്ലൊരു സൂപ്പർ കാഴ്ച നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കോ, 5 ആനയുണ്ട്, അതിലൊരു കുട്ടിയാന അടക്കമുള്ള അടിപൊളി കാഴ്ചയുണ്ട്. ഇപ്പോഴത്തെ കാഴ്ചകൾ കാണണമെങ്കിലേ ഇവിടെ തന്നെ വരണേട്ടാ. ഇതുപോലത്തെ അടിപൊളി കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. കണ്ടോളൂ. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 5:30-6 മണി നേരത്താണ് ആന കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക വെള്ളം കുടിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വെള്ളം കുടിച്ച് നിൽക്കണ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ അവർ വെള്ളം കൂടിയും കഴിഞ്ഞ് അവരിങ്ങനെ മല കയറി പോവുകയാണ്. അതുപോലെ ഞങ്ങളും തിരിച്ചു പോവുകയാണ്.
ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുമ്പോൾ